27-ാം തീയതി സന്ധ്യക്ക് 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിച്ചതാണ്. ഇതെല്ലാം ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന്ന്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറെ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോടാന്ന് പറഞ്ഞ അമ്മേ ഞങ്ങൾ വന്നിട്ടോ, ഈ ആൾ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരാണ്. 2.5 മാസത്തെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ പറയുന്നത് മനാഫിനെ കുറ്റമാണ് എല്ലാവരും പറയുന്നത്. എന്താ പറയുക, അർജുൻ്റെ വീട്ടുകാർ മൊത്തം മനാഫിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. മനാഫ് എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടെ ഇത് വെച്ചിട്ട് അർജുൻ്റെ പേര് വെച്ചിട്ട് മനാഫ് ഓരോന്നും ഉണ്ടാക്കുന്നു. മനാഫിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. മനാഫിനെ എന്താ പറയുക, ഒന്നും അല്ലാതെ ആക്കുന്നതാണ്. ഇപ്പോൾ എന്താണ്, അർജുൻ്റെ സഹോദരി തന്നെ അന്ന് അർജുനെ കിട്ടിയ സമയത്ത് പുള്ളിക്കാരി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അത് എന്താണ് മനാഫിൻ്റെ ലോറിയല്ല വേറൊരാളുടെ ലോറിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. മുജീബ് അങ്ങനെ എന്തോ ഒരു ആളുടെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൃത്യമായിട്ട് ഞാൻ ആ പേര് ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു പേരാണ്. അപ്പോഴും മനാഫിന് ആ തഴയുന്നതായിട്ടൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ അത്രയ്ക്കും അത് മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണ് മനാഫിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അത്രയ്ക്കും മനസ്സിലാക്കില്ല. പക്ഷേ ഇപ്പോഴാണ് ഇവരെന്തുകൊണ്ടാണ് മനാഫിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇവരെന്താ പറയുക, ഇവർ എല്ലാവരും കൂടെ ഒരു ഇതായത് മനാഫ് ഇത്ര 72-73 ദിവസം അർജുൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഊണും ഉറക്കവും ഇല്ലാതെ നിന്നതും ഓരോ കാര്യങ്ങൾ ചെയ്തതെല്ലാം എല്ലാവരും കണ്ടതാണ് കേട്ടതാണ്. എന്നിട്ടും ഈ അർജുൻ്റെ കുടുംബം എന്തിനാണ് മനാഫിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്താ പറയുക, മനാഫ് പറയുന്നുണ്ട് അർജുന് വേണ്ടിയിട്ട് ഞാൻ ഇനി എടുക്കുന്ന ലോറിൻ്റെ പേര് അർജുൻ എന്നാണ് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ഒരു അത് അർജുൻ്റെ ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അർജുൻ്റെ പേര് വെച്ചിട്ട് പണം പിരിക്കുന്നു, അങ്ങനെ ഇതാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മനാഫ് ചെയ്തതൊക്കെ ഇവർ എന്താ പറയുക, വെള്ളത്തിൽ വരച്ച വര പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത്. മനാഫ് ഇത്ര കാലം എന്താ പറയുക, സ്വന്തം അമ്മയെപ്പോലെ കൂടെ നിന്ന് സ്വന്തം സഹോദരനെ പോലെ കണ്ട് ആ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അതൊക്കെ അവൻ നിവർത്തി എടുത്തിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ കളയാൻ മാത്രം മനാഫ് എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നാണ് എനിക്ക് അർജുൻ്റെ കുടുംബത്തോട് ചോദിക്കാനുള്ളത്. ഇങ്ങനെയും മനുഷ്യർ അധപ്പതിച്ച് പോകുമോ? ഇങ്ങനെയും ഒരാൾ സഹായിച്ച് ആ ഒരു കരങ്ങൾ എങ്ങനെയും മറക്കുമോ? എങ്ങനെയും കുറ്റപ്പെടുത്തുമോ? എന്താണ്, നേരത്തെ തന്നെ അർജുൻ്റെ കുടുംബത്തെ കുറേ പേര് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് സങ്കടമില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും എനിക്ക് തോന്നി അവർക്ക് അവരുടെ ഓരോരുത്തരുടെ ഓരോ മാനസികാവസ്ഥയിൽ അങ്ങനെ സങ്കടം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവരുടെ നാടകമാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നാടകം കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോസിൻ്റെയൊക്കെ കമൻസുകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, മനാഫിനെയാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത്. ആരും അർജുൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നില്ല. അർജുൻ്റെ കുടുംബം അത്രയ്ക്ക് മാത്രം അധപ്പതിച്ച് പോയോ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ ചിന്തിച്ചു പോകുന്നത്. എന്താ പറയുക, അങ്ങനെയുള്ള ആ ഒരു വാക്കുകളാണ് അവർ പറയുന്നത്. എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇരുന്ന് മനാഫിനെ ഒന്നും അല്ലാത്ത രീതിയിൽ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മനാഫ് പറയുന്ന കുറച്ച് വാക്കുകളൂടെ കേട്ടിട്ട് വരാമെന്ന് കേട്ട് നോക്കൂ. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഈ അർജുനെ ഉപയോഗപ്പെടുത്തി അതിന് വ്യൂവേഴ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഗുരുതരമായ ഒരു ആരോപണം. അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരിൽ. ഞാൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ
എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. പറഞ്ഞുണ്ടാക്കുന്നത് മനാഫ് കള്ളം പറയാണ്, മനാഫ് അവരുടെ വൈകാരികത വെച്ചിട്ട് ഫണ്ട് പിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് മനാഫിനെ പറഞ്ഞുണ്ടാക്കുന്നത്. എന്നാലും ഇത്രമാത്രം എന്തിനാണ് മനാഫിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് മനാഫും ചോദിക്കുന്നത്, എന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഇതാ പറയുന്നത് എന്ന് മനാഫിനും ഒരു ഇതുണ്ട്, സംശയമുണ്ട്. അപ്പോൾ മനാഫ് തന്നെ പറയുന്നുണ്ട്, എല്ലാവരും മനാഫിനെ ഇത്രത്തോളം ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഹൈലൈറ്റ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം അവരിങ്ങനെ പറയുന്നത് എന്നാണ് മനാഫും പറയുന്നത്. ഇപ്പം മനാഫിൻ്റെ എന്താ പറയുക, അർജുൻ്റെ കുടുംബത്തെയോ സഹോദരനെയോ ഒന്നും ആരും ഇത്രയും വൈറലാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ മനാഫിനെ ഇങ്ങനെ വൈറലാക്കുമ്പോൾ അവർക്ക് അത് സഹിക്കുന്നുണ്ടായില്ല, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത് എന്നാണ് മനാഫ് പറയുന്നത്. അപ്പം കുറച്ചുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. കളവ് പറയുന്നതാണ് കുടുംബം ആരോഗ്യം, കൂടുതലും കളവാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അറിയില്ല എങ്ങനെ എന്താ ഇല്ല. ഡഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കം ബാംഗ്ലൂർ പോയതായിരുന്നു. പക്ഷേ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി. പക്ഷെ ഞാൻ അതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു, ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലേനും. പക്ഷെ എനിക്ക് അതിലൊന്നും പരാതിയില്ല, ഞാനതിനൊന്നും എന്താ ടെൻഷനാണ്. അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെയല്ലേ ഇത് ഇവിടെ വരെ എത്തിയത്. ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു, ഇനിയും കൊടുത്തോട്ടെ. ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പഴയ കാര്യമായതുകൊണ്ട് പറയാണ്. നമ്മൾ എന്തിനും തയ്യാറാണ്. ഈ ആക്ഷേപങ്ങളോട് എന്താണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച നിസാർ നമ്മളെ ഫാമിലിയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിക്കുന്നു. സംസാരിച്ചു തീർക്കും. പറയുന്നത് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുൻ്റെ ഈ ഒരു പേര് വെച്ചിട്ട് പണം ഉണ്ടാക്കാനാണ്, പണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് അർജുൻ്റെ ഫാമിലി പറയുന്നത്. എന്താ പറയുക, ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററാണ്. അതിനൊക്കെ അവർ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ അവർ കുറ്റപ്പെടുത്തിയിട്ടും മനാഫ് പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അവർക്ക് അങ്ങനെയുള്ള ആ ഒരു ഇതൊന്നുമില്ല, നിങ്ങളായിട്ട് ഇനി അതൊന്നും പെരുപ്പിക്കേണ്ട എന്നൊക്കെയാണ് മനാഫ് പറയണത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സില്ല. അപ്പോൾ അത്രയ്ക്കും മോശം രീതിയിലാണ് അവർ എന്താ പറയുക, അർജുൻ്റെ ഫാമിലി വന്നിട്ട് മീഡിയയ്ക്ക് മുന്നിൽ ഇങ്ങനെ മനാഫിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നത്. അത് നമുക്ക് കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട്. എത്രത്തോളം അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടി മനാഫ് കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇവർ ഇങ്ങനെ തരം താഴ്ന്ന് സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അർജുൻ നമ്മുടെ സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് അവരുടെ ഒരു ഫാമിലി അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അർജുൻ മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്ക് തന്നെ എല്ലാവരും കൂടെ ഫാമിലി ഒന്നടങ്കം വന്ന് ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ ഒരു ഇത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്ത് തന്നെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഒരാളിനെ കുറിച്ച് മാത്രം പറയുന്നത് കേൾക്കുമ്പോൾ എന്തിനാണ് ഇവർക്ക് ഇത്രയും ദേഷ്യം തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിൽ എന്തൊക്കെയാണ്, ഇനിയിപ്പോൾ മനാഫ് മുസ്ലിം ആയതുകൊണ്ടാണോ, വർഗീയത ഇതാക്കുവാണോ, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അർജുൻ്റെ കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളത്, മനാഫ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എത്രയും നാളും ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, എന്തിനാണ് മനാഫിനെ ഇങ്ങനെ പിന്തുടർന്ന് വേട്ടയാടുന്നത്? അദ്ദേഹം നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ അനുജനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ മനാഫ് ഇത്രത്തോളം കഷ്ടപ്പെട്ടതും ഇതൊക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അയാളുടെ കാര്യങ്ങളൊക്കെ പറയാനും ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞതിനേക്കാളും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വന്ന് പറയാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അത് തുടങ്ങിയിട്ടുണ്ടാകും. അതിന് ഇത്രമാത്രം എന്തിനാണ് ഇവർക്ക് ഈ ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അർജുൻ്റെ കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളത്, വന്ന വഴി മറക്കരുത്. മനാഫ് ചെയ്ത കാര്യങ്ങൾ ആരും മറന്നു പോകരുത്. അദ്ദേഹം അത്രത്തോളം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും മറക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും. എന്താ പറയുക, അപ്പോൾ അർജുൻ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് തന്നെ ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങളുടെ മീഡിയേൻ്റെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.